സ്റ്റാലിൻ സർ നമസ്കാരം. നമസ്കാരം. ചെങ്കൊടി വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഗുണ്ടായിസം, അഴിമതി, സ്വജനപക്ഷപാതം ഇതല്ലേ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഇപ്പം വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിൽ വരുന്ന വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കോഴിക്കോട് ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപികയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. അവർക്ക് ശമ്പളം കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജീവൻ ഒടുക്കുകയാണ് ചെയ്തത്. ഇത് യഥാർത്ഥത്തിൽ കാലാകാലങ്ങളായിട്ട് എയ്ഡഡ് കോളേജ് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന അഴിമതികൾ, അതിൽ സർക്കാരുകൾ പുലർത്തുന്ന മൗനത്തിൻ്റെയും അഴിമതിയുടെയും ഭാഗമായിട്ടല്ലേ നമുക്ക് ഈ ഒരു വാർത്തയെ കാണാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് സാറ് മൊത്തത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഗ്രഹിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ വിലയിരുത്തുന്നത്? വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ 8 വർഷം കൊണ്ട് പരിപൂർണമായിട്ടും കേരളത്തിൽ തകർന്നു. അപ്പൊ ചില അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് ഈ തകർന്ന സ്ഥലത്തേക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും ഫോറിൻ യൂണിവേഴ്സിറ്റിയും ഒക്കെ വന്നാൽ നന്നാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രചാരണം നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ എയ്ഡഡ് സ്കൂളിലെ അപ്പോയിന്റ്മെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒളിച്ചുകളിയുടെ ആവശ്യമൊന്നുമില്ല. വേക്കൻസി ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഗവൺമെന്റ് അതിന്റെ അകത്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് പുറത്തു വരാനിരിക്കുന്ന കാര്യമാണ്. പക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം 1956 കേരളം ഫോം ആകുമ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ആയിരുന്നു. 1956 3 പ്രിൻസ്ലി സ്റ്റേറ്റ് ചേർന്ന് കേരളം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ആയിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 1970 ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ ഏകദേശം ഒരു 30 വർഷം ആയപ്പോഴത്തേക്കും സ്വകാര്യ മേഖലയെ കൂടുതലായിട്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരുന്ന സ്റ്റെപ്പുകൾ തമിഴ്നാട്, കർണാടകം, മഹാരാഷ്ട്ര, ഈ 3 സംസ്ഥാനങ്ങൾ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ്, സ്വാശ്രയ കോളേജുകൾ, അങ്ങനെ വലിയൊരു റവല്യൂഷന് അവര് തുടക്കം കുറിച്ചു. മഹാരാഷ്ട്രയിൽ ഒരു പാർട്ടിയില്, ഇവിടെ കർണാടകത്തില് ദേവരാജ് അരശ്, തമിഴ്നാട്ടില് MG രാമചന്ദ്രൻ, ഈ 3 മുഖ്യമന്ത്രിമാരാണ് ഈ വലിയൊരു റവല്യൂഷൻ കൊണ്ടുവന്നത്. അപ്പൊ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇടത് പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ഈ സ്വകാര്യ മേഖല പാടില്ല, സ്വകാര്യ കോളേജുകൾ പാടില്ല എന്ന ഒരു നിലപാടിലേക്ക് എടുത്ത് സ്വാശ്രയ കോളേജുകളെ അവരെ ഏകദേശം 30-40 വർഷം തടഞ്ഞു നിർത്തി. അങ്ങനെയാണ് കേരളം ആദ്യം പിന്നോക്കം പോകാൻ ആവശ്യപ്പെട്ടത്. കാരണം അന്ന് ആരംഭിച്ച കോളേജുകളെ, തമിഴ്നാട്ടിലും കർണാടകത്തിലും മഹാരാഷ്ട്രയിലും അന്ന് ആരംഭിച്ച കോളേജുകൾ ഇന്ന് രാജ്യത്തിന്റെ അഭിമാനമായ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയോ അല്ലെ ഡീംഡ് യൂണിവേഴ്സിറ്റിയോ സ്വകാര്യ യൂണിവേഴ്സിറ്റികളായി അതുപോലെ ഡെവലപ്പായി. നമുക്കിപ്പോഴും അതിലേക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ 1970, 80, 90 കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലുമുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വൻതോതിലുള്ള ഫണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും ഇടതു പ്രസ്ഥാനങ്ങൾക്കും ഒഴുകിയെത്തിയത്. എന്തിനു വേണ്ടിയാ? കേരളത്തിൽ സ്ഥാപനം തുടങ്ങാണ്ടിരിക്കാൻ വേണ്ടി. ആദ്യം അന്വേഷിക്കേണ്ടത് ആ ഭാഗമാണ്. കടുത്ത അഴിമതി. കേരളത്തിലെ ഗവൺമെന്റ്, കേരളത്തിൽ ഭരിക്കുന്നവർ അല്ലെ കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിൽ സ്ഥാപനം തുടങ്ങാണ്ടിരിക്കാൻ വേണ്ടി സമീപ സ്റ്റേറ്റുകളിൽ നിന്നും കൈക്കൂലി വാങ്ങിക്കുന്നു. ഞങ്ങൾക്കൊരു എമൗണ്ട് തന്നേരെ വർഷാവർഷം, ഞങ്ങൾ ഇവിടെ സ്ഥാപനം ഒന്നും തുടങ്ങത്തില്ല. ഇതാണ് പല കാലഘട്ടങ്ങളിലും, പർട്ടിക്കുലർലി നായനാർ ഭരണകാലത്ത് നടന്ന വലിയൊരു അഴിമതി. നായനാരും അച്യുതാനന്ദനും ഒക്കെ പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഇതേ അഴിമതി തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇതാണ് നമ്മള് സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം പോകാനുള്ള കാരണം. അത് കഴിഞ്ഞ് പിന്നെ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ സ്വകാര്യ മേഖലയില് സ്വാശ്രയ കോളേജുകളും മറ്റു കാര്യങ്ങളും ഒക്കെ സ്ഥാപിച്ച് മുന്നോട്ട് വന്നത്. കേരളത്തിൽ ഒരു കാരണവശാലും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കിട്ടരുത്. കേരളത്തിലെ ആൾക്കാർ എന്നും പാർട്ടിക്ക് അടിമയായിട്ട്, പാർട്ടി ഗ്രാമമായിട്ട്, പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കുന്ന ആൾക്കാർ ഇവിടെ വേണമെന്നുള്ള ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു നിലപാട്, സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ നിലപാടാണ് 1956 തുടങ്ങി ഈ 2016 വരെ CPM എടുത്തിരുന്നത്. പക്ഷെ 2016 വന്നു കഴിഞ്ഞപ്പോൾ അവര് ഛർദ്ദിച്ച പല കാര്യങ്ങളും വാരി തിന്നാൻ അവർ ശ്രമിച്ചു. പക്ഷെ അതും പരാജയപ്പെട്ടു. അപ്പൊ അത് മറച്ചു വെക്കാനുള്ള പല പരിപാടികളാണ് നടത്തുന്നത്. ഇപ്പൊ സ്ഥാപനങ്ങളിലെല്ലാം നാർക്കോട്ടിക്സും അരാജകത്വവും അക്രമങ്ങളും കൊലപാതകങ്ങളും റാഗിങ്ങും എല്ലാം നിറഞ്ഞു. അത് നഴ്സറി തുടങ്ങി PhD വരെയുള്ള ഇതിലായി. ഈ വാഴക്കൊല ഡോക്ടറേറ്റ്, അങ്ങനെ ഒന്നും പഠിക്കാത്തവർക്കെല്ലാം ഡോക്ടറേറ്റുകൾ വാരി വിതറി. ശരിക്കും മലയാളമോ ഇംഗ്ലീഷോ ഒന്നും അറിയാൻ മേലാത്ത കമ്മികൾക്കും കമ്പനികൾക്കും എല്ലാം ഡോക്ടറേറ്റ് കിട്ടി. അതിന്റെ കൂടെ
കൂട്ടക്കൊല, വാര്യംകുന്നനും ഇവരൊക്കെ നടത്തിയ കൂട്ടക്കൊലയിൽ റിസർച്ച് നടത്തിയ കുറെ പേർക്ക് ഡോക്ടറേറ്റ് കിട്ടി. ഇവരൊക്കെയാണ് ഇനി വൈസ് ചാൻസലർ ആയിട്ടും രജിസ്ട്രാർ ആയിട്ടും കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഒക്കെ ആയിട്ടും വരാൻ പോകുന്നത്. ജനോസൈഡില്, ഹിന്ദു ക്രിസ്ത്യൻ ജനോസൈഡിൽ ഡോക്ടറേറ്റ് എടുത്തവരുണ്ട്, മന്ത്രിയായിട്ടും പല പോസ്റ്റുകളിൽ, അപ്പൊ MLA ആയിട്ടും ഒക്കെ. അപ്പൊ കേരളത്തിൽ വളരെ വ്യക്തമായിട്ട് ഇടത് ജിഹാദി അജണ്ടയാണ് ഈ 1970 ശേഷം കൃത്യമായിട്ട് വിദ്യാഭ്യാസത്തിൽ നടന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയാല് കേരളത്തിൽ മലയാളത്തിനും ഇംഗ്ലീഷിനും പഠിപ്പിക്കാൻ ചെലവഴിക്കുന്നതിന്റെ 1000 ഇരട്ടി എമൗണ്ട് ആണ് അറബിക്കും ഉറുദുവിനും വേണ്ടി ചെലവഴിക്കുന്നത്. ഇപ്പൊ ഈ ഫണ്ട് വിനിയോഗത്തിലും വലിയ വിവേചനമുണ്ട്, മതപരമായ വിവേചനമുണ്ട്. ഫണ്ട് വിവേചനത്തിലും ഫണ്ട് ചെലവഴിക്കുന്നതില് ജിഹാദി ഭാഷകളായ അറബിക്കും ഉറുദുവിനും ഫണ്ട് ഇഷ്ടം പോലെയുണ്ട്. രാഷ്ട്രഭാഷയായ ഹിന്ദിക്കോ ലോകഭാഷയായ ഇംഗ്ലീഷിനോ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിനോ ഫണ്ടില്ല, ടീച്ചർമാരും ഇല്ല, സാറും ഇല്ല. ഈ റിസർച്ചും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഈ അറബി ഉറുദു എന്ന് പറയുന്ന ഭാഷയെ വെച്ചാണ്. അപ്പൊ അത് സ്കൂൾ തുടങ്ങി ആ ഒരു ഭാഷയെ ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാണ്. ജിഹാദ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഒളിച്ചുകടത്തലാണ് ഈ അറബിയെ ഉറുദുവിനെയും പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ അകത്തെ ഒരു കള്ളത്തരം. അപ്പൊ ഇതുകൊണ്ട് സംഭവിച്ചത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മിടുക്കരായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിലും അവർക്ക് നാഷണൽ ലെവലിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാനോ അതല്ലെങ്കിൽ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനോ പറ്റിയിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കുറെ അധികം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ അതിലൊക്കെ നല്ല നിലയിലാണ് മാതാ അമൃതാനന്ദമയുടെ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത്. വളരെ കൃത്യമായിട്ടാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അമൃത യൂണിവേഴ്സിറ്റിയാണ്. ആരോടും ചോദിക്കാതെ അത് പറയാം. കാരണം അവരുടെ പുതിയ സിലബസും പുതിയ പെഡഗോഗിയും പുതിയ അക്കാഡമിക് ഡെലിവറിയും പ്ലേസ്മെന്റും എല്ലാ കാര്യത്തിലും ആ ക്വാളിറ്റിയിൽ അവർ ഗ്ലോബൽ ക്വാളിറ്റിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്? കാരണം അവിടെ സെക്യൂരിറ്റി തുടങ്ങി വൈസ് ചാൻസലർ വരെ ചെങ്കോണകം കമ്മികളാണ് ഇരിക്കുന്നത്. അവന് പാർട്ടി വളർത്തണമെന്നാണ് ഉദ്ദേശം. എന്റെ ഒരു ഉദാഹരണം പറയാം. മലയാള മനോരമയുടെ ഒരു എക്സിബിഷൻ ഉണ്ട്, വിദ്യാഭ്യാസ പ്രദർശനം. അപ്പൊ അവിടെ തമിഴ്നാട്ടിലെ ഒരു A ഗ്രേഡ് ഉള്ള ഒരു സ്ഥാപനത്തിന്റെ സ്റ്റോളിൽ ഇരിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ധരിച്ച ഒരാൾ വന്ന് നമ്മളെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നു, വളരെ പുച്ഛത്തോടെ നോക്കുന്നു നമ്മുടെ സ്റ്റോളിലുള്ള പിള്ളേർ പറഞ്ഞു. അപ്പൊ ഞാനൊരു കുട്ടിയെ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുട്ടിയോടും പേരന്റിനോടും സംസാരിച്ച ശേഷം ഞാൻ പുറകെ ചെന്ന് ആ ചേട്ടനോട് ചോദിച്ചു, സാറ് ഞങ്ങളുടെ സ്റ്റോളിന്റെ അവിടെ ഒന്ന് ഇത്തിരി നേരം തുറിച്ചു നോക്കുന്നുണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്കോ വല്ലതും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കോളേജ് ഓട്ടോണോമസ് ആണ്. ഞാൻ പറഞ്ഞു ഓട്ടോണോമസ് ആണ്. സാർ ആരാണ്? അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്, കമ്മ്യൂണിസ്റ്റ് CITU അധ്യാപക സംഘടനയുടെ ഒരു ഭാരവാഹിയാണ്. അപ്പൊ ഈ എക്സിബിഷൻ നടക്കുന്നത് AKG സെന്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സെന്റ് ജോസഫ്സ് ഓഡിറ്റോറിയത്തിലാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഓട്ടോണമസ്? അത് നിങ്ങൾ തന്നെ പരീക്ഷ നടത്തി, നിങ്ങൾ തന്നെ റിസൾട്ട് കൊടുത്ത്, നിങ്ങൾ തന്നെ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കുകയല്ല. ഇതൊരു ഓൾമോസ്റ്റ് 15 കൂടുതൽ വർഷം, അതായത് അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്താണ്, 2006-2011 ഈ സംഭവം നടക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഓട്ടോണോമസിന് യൂണിവേഴ്സിറ്റി കൺട്രോൾ ഉണ്ട്, ഗവൺമെന്റ് കൺട്രോൾ ഉണ്ട്, കോളേജിന് ഓട്ടോണമി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര അഴിമതിയല്ലേ? ഞാൻ പറഞ്ഞു, അഴിമതിയൊന്നുമില്ല, കൃത്യമായിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറുടെ അറിവാണെന്ന് ഓർത്തോളം. ഇത് ഓട്ടോണോമസ് കോളേജിനെ സംബന്ധിച്ച് ഇപ്പൊ കേരളത്തിൽ ഓട്ടോണോമസ് കോളേജ് ഉണ്ട്. അന്ന് ഇതിനെതിരെ സമരം ചെയ്തവന്മാരാണ് കേരളത്തിലെ പ്രൊഫസർമാര്. ഓട്ടോണോമസിനെതിരെ സമരം ചെയ്തവരാണ്. ഇപ്പൊ കേരളത്തിൽ മറ്റ് സ്റ്റേറ്റിലെല്ലാം ഓട്ടോണോമസ് കോളേജ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും ഡീംഡ് യൂണിവേഴ്സിറ്റിയും എല്ലാം വന്നു കഴിഞ്ഞു. പക്ഷെ കേരളത്തെ ഇവര് 50 വർഷം പുറകോട്ട് വലിച്ചു. അത് SFIക്കാർ മാത്രമല്ല, CITU അധ്യാപകനും ഇതിനൊരു പങ്കാളിയാണ്. SFI പിള്ളേർ മാത്രം, SFI പിള്ളേർക്ക് പിന്നെ വിവരമില്ലാന്ന് നോക്കാം. പക്ഷേ ഈ CITU അധ്യാപകരും കേരളത്തെ പുറകോട്ട് വലിക്കുന്നതിൽ അവരുടേതായിട്ടുള്ള സംഭാവന അവരും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ഈ കോളേജുകളിൽ റാഗിങ് നടക്കുന്നതിന്റെ പ്രധാന കാരണം പ്രിൻസിപ്പൽ, HOD, ക്ലാസ് ടീച്ചർ, വാർഡൻ ഇത്രയും പേരുടെ സഹകരണവും പിന്തുണയും ഇല്ലാതെ ഒരിടത്തും റാഗിങ് നടക്കില്ല. റാഗിങ്ങിനെ പറ്റി പിള്ളേർക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. പരിപൂർണ പിന്തുണ, ഒരു റാഗിങ് നടത്താനുള്ള പരിപൂർണ പിന്തുണ വാർഡന്റെ കയ്യിൽ നിന്നും, ക്ലാസ് ടീച്ചറുടെ കയ്യിൽ നിന്നും, HODയുടെ കയ്യിൽ നിന്നും, പ്രിൻസിപ്പലിന്റെ കയ്യിൽ നിന്നും ഉണ്ടെങ്കിലേ റാഗിങ് നടക്കത്തുള്ളൂ. ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഈയിടെയുള്ള റാഗിങ് കംപ്ലൈൻസിലെല്ലാം 1ാം പ്രതി പ്രിൻസിപ്പലാണ്,
രണ്ടാം പ്രതി HOD ആണ്, മൂന്നാം പ്രതി ക്ലാസ് ടീച്ചറാണ്, നാലാം പ്രതി വാർഡനാണ്. ഈ 4 പേരും കൂടെ ജോയിന്റ് ആയിട്ട് റാഗിങ് നടത്തുന്നവർക്ക് പിന്തുണ കൊടുക്കുന്നതുകൊണ്ടാണ്. അത് പൊളിറ്റിക്കൽ പിന്തുണ. അതിനകത്ത് SFI മാത്രമല്ല, ആര് റാഗിങ് നടത്തിയാലും സ്റ്റാഫിന്റെ എന്താണ് പക അല്ലെങ്കിൽ സ്റ്റാഫിന്റെ സാഡിസമാണ് റാഗിങ് ആയിട്ട് സീനിയർ പിള്ളേരിൽ കൂടെ പുറത്തു വരുന്നത്. സ്റ്റാഫ് യഥാർത്ഥത്തിൽ ജൂനിയർ കുട്ടികളെ റാഗ് ചെയ്യുന്നത് ഈ സ്റ്റാഫ് തന്നെയാണ്. സ്റ്റാഫിന് വേണ്ടിയാണ് സീനിയേഴ്സ് റാഗ് ചെയ്യുന്നത്, അല്ലാതെ സീനിയേഴ്സ് സെൽഫ് മോട്ടീവ് ആയിട്ടല്ല റാഗിങ് നടത്തുന്നത്. ശരിക്കും ഈ കേസുകളൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചാൽ റാഗിങ്ങിൽ എന്ത് നടക്കുന്നു, ആര് ചെയ്യുന്നു, ഇതൊക്കെ കൃത്യമായിട്ട് ഈ റാഗിങ്ങിനെ പ്രിൻസിപ്പലും HODയും ക്ലാസ് ടീച്ചറും വാർഡനും മോണിറ്റർ ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് സത്യം. അത് മറച്ചു വെക്കാനാണ് പോലീസ് തെക്കോടെ കൂടുന്നത്. ഈ റാഗിങ് കേസിലൊക്കെ പോലീസ് തെക്കോടെ കൂടുന്നത് റാഗിങ് നടത്തിയ സീനിയേഴ്സിനെ മാത്രം രക്ഷിക്കാനല്ല, ഈ റാഗിങ്ങിനെ പ്രൊമോട്ട് ചെയ്ത അധ്യാപക സംഘടനക്കാരെയും ഈ എന്താണ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള കമ്മികളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം ഈ ഓടി നടക്കുന്നത്. അപ്പോ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള അപജയം എന്ന് പറയുന്നത് ഗവൺമെന്റിനോ അധ്യാപക സംഘടനയ്ക്കോ വിദ്യാർത്ഥി സംഘടനയ്ക്കോ അല്ല, കേരളത്തിലെ അധ്യാപകരിൽ നല്ലൊരു വിഭാഗം ഈ അപജയത്തിന് വിധേയരാണ്. അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ കേരളത്തിലെ ഡെവലപ്മെന്റ് എല്ലാം സ്റ്റാഗ്നേറ്റ് ആയി, പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കാര്യമായിട്ട് വരുന്നില്ല. ഇപ്പൊ തമിഴ്നാട്ടിലും കർണാടകത്തിലും നോക്കിയാൽ ഈ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടയിൽ അനേകം പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു, അനേകം പുതിയ യൂണിവേഴ്സിറ്റികൾ വന്നു, അനേകം കോളേജിലും ഇതിലും എന്താണ് ഇന്ത്യക്ക് വർദ്ധിപ്പിച്ചു. അപ്പൊ ആ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. അവരുടെ പ്ലേസ്മെന്റിലും അവരുടെ നിലവാരത്തിലും അനേകം പേര് അക്രഡിറ്റേഷൻ, NAAC-ന്റെയും NAB-യുടെയും NIRF-ന്റെയും ഒക്കെ അക്രഡിറ്റേഷനും റേറ്റിംഗും എല്ലാം മേടിച്ചു. അതുപോലെ പലരും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റ് സ്റ്റേറ്റുകളിലെ ഗ്ലോബൽ റേറ്റിംഗിലേക്ക് അപ്ലൈ ചെയ്യാനും ഗ്ലോബൽ റേറ്റിംഗുകൾ വാങ്ങിക്കാനും തുടങ്ങിക്കഴിഞ്ഞു. കേരളം ഇപ്പോഴും കാളവണ്ടി യൂത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് നമ്പർ വൺ എന്ന് പറഞ്ഞ SFI-യും CIT-യും മാർക്സിസ്റ്റ് പാർട്ടി LDF-ഉം കൂടെ വീമ്പളക്കുകയാണ്. ഇതിൽ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. 5 വർഷത്തിൽ കേരളത്തിൽ ഭരണം മാറിയിരുന്നു. ഈ ഭരണം മാറിയപ്പം മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതന്മാരെ അടിച്ചൊതുക്കിക്കൊണ്ട് തമിഴ്നാട്ടിലും കർണാടകത്തിലും ചെയ്ത പോലെ, തമിഴ്നാട്ടിലും കർണാടകത്തിലും അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ഇവിടുത്തെ ഇടതന്മാർ നോക്കിയായിരുന്നു സ്വാശ്രയത്തിനെതിരെ. ഗവൺമെന്റ് നിർദാക്ഷിണ്യം കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചൊതുക്കി. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയും കർണാടകവും തമിഴ്നാടും രക്ഷപ്പെട്ടത്. കേരളത്തിൽ കോൺഗ്രസിന് ഭരണം കിട്ടിയപ്പം കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചൊതുക്കണമായിരുന്നു. അതാണ് UDF ചെയ്ത കേരളത്തോട് ചെയ്ത തെറ്റ്. അവര് ഇന്ത്യ അലയൻസ് UPA എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ട് ഒരു സോഫ്റ്റ് സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാൻ സാധിച്ചത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാൻ രഹസ്യമായിട്ട് UDF-ഉം ഒത്താശ ചെയ്തു. കാരണം ഇടത് ജിഹാദി അജണ്ട UDF-ന്റെയും അജണ്ട തന്നെയാണ്. ഇതാണ് അതിൻ്റെ അകത്തെ രാഷ്ട്രീയം. സർ, ഇതിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതിൽ നമ്മുടെ എയ്ഡഡ് സ്കൂളുമായിട്ട് കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പല ടീച്ചർമാരുടെയും അധ്യാപകരുടെയൊക്കെ നിയമനം നടക്കുന്നത് വലിയ തുകകൾ വാങ്ങിച്ചുകൊണ്ടാണ്. ഇപ്പോൾ മരിക്കപ്പെട്ട ആ ഒരു സ്ത്രീ അധ്യാപിക, അവർ തന്നെ 13 ലക്ഷം രൂപയോളം നൽകിയിട്ടാണ് അവിടെ ആ സ്കൂളിലേക്ക് നിയമനം നേടിയത്. ഇത് യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് ശരിയാണോ? നിയമപരമായിട്ട് തെറ്റാണ്. ശരിക്കും ഇത് എൻട്രൻസ് ബേസ്ഡ് ആണ്. ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റിക്ക്, ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് കോളേജ് ഉണ്ടെങ്കിൽ ആ സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയായിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഏറ്റവും മെറിറ്റ് ഉള്ള ആൾക്കാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയോ റീത്തോ അതിന്റെ പേരിലുള്ള കോളേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കൂൾ ആണെങ്കിൽ, അവിടുത്തെ പോസ്റ്റ് അവർ കോളേജ് ഉണ്ടാക്കി അവരുടെ ആൾക്കാർക്ക് ജോലി വേണം. ഓക്കെ. പക്ഷെ ഒരു എൻട്രൻസ് നടത്തി, ഒരു സെലക്ഷൻ ടെസ്റ്റ് നടത്തി, റാങ്ക് ലിസ്റ്റ് ഇട്ട് ആ റാങ്ക് ലിസ്റ്റിനെ നിയമനം പറ്റത്തുള്ളൂ. ഇപ്പൊ നീറ്റ് എക്സാം അതിനൊരു ഉദാഹരണമാണ്. ഇപ്പോൾ നീറ്റില് ഒരാൾക്ക് MBBS-ന് ചേരണമെന്നുണ്ടെങ്കിൽ അവർക്ക് കമ്മ്യൂണിറ്റി കോട്ടയോ മെറിറ്റോ എന്തെങ്കിലും മൈനോറിറ്റി കോട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നീറ്റ് പാസ്സായവരെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനകത്ത് ഒരു സ്ക്രീനിങ് വരുന്നുണ്ട്, അല്ലെ ഒരു സുതാര്യത വരുന്നുണ്ട്. കേരളത്തിൽ ശരിക്കും ഈ കമ്മ്യൂണിറ്റി കോട്ട, ഇപ്പൊ നിങ്ങൾ ഒരു പർട്ടിക്കുലർ സ്ഥാപനം, ഒന്നുമില്ല അത് കത്തോലിക്ക സഭയുടെ അല്ലെ MES-ന്റെ അല്ലെങ്കിൽ NSS-ന്റെയോ SNDP-യുടെയോ ആരുടെയോ ആട്ടെ, അതിൻ്റെ അകത്ത് അവരുടെ ആൾക്കാർക്ക് ആ ജോലി കൊടുത്തോ, അത് കുഴപ്പമില്ല. പക്ഷെ അത് മെറിറ്റുള്ള ആളായിരിക്കണം, അത് മെറിറ്റ് ലിസ്റ്റിലായിരിക്കണം. സോ അതുകൊണ്ട് ഇതിനൊരു കൃത്യമായ ഒരു ടെസ്റ്റ് നടത്തുകയാണ് ചെയ്യേണ്ടത്. ആ ടെസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. ഒരു ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ടെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ട്. പിന്നെ ഇതിനകത്തൊരു കാര്യമുണ്ട്, ടെസ്റ്റിന്റെ കാര്യം. നമ്മുടെ രാജ്യം എന്തുവാ, കൊളീജിയം ഡൈനാസ്റ്റിയാണ് ജഡ്ജി അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. ജഡ്ജികളുടെ അപ്പോയിന്റ്മെന്റ് ടെസ്റ്റ് നടത്തിയാണോ? അല്ല. ഇതുവരെ വന്നിട്ടുണ്ടോ? ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഏറ്റവും പരമോന്നത ജഡ്ജിമാര് കൊളീജിയം ഡൈനാസ്റ്റിയാണ് സെലക്ട് ചെയ്യുന്നത്.
മെറിറ്റ് അടിസ്ഥാനത്തിലാണോ? അല്ല. സ്വാധീനത്തിന്റെ പേരിലും മക്കളുടെ മക്കള്, അമ്മാവൻ, മരുമകൻ, അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ഈ സാറന്മാരുടെ നിയമനത്തിൽ മാത്രം ഈ മെറിറ്റ് വേണമെന്ന് പറയുന്നതിന്റെ ആദ്യം ഇന്ത്യൻ IJS, ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ് നടപ്പിലാക്കി, ജുഡീഷ്യൽ റിഫോംസ് നടപ്പിലാക്കി, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മെറിറ്റ് അടിസ്ഥാനത്തിൽ ജഡ്ജിമാർ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ റെക്കമെൻഡേഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ മാറും. അതാരും പറയുന്നില്ല. ഇതിന്റെ അകത്ത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം. മാനേജ്മെന്റിന് ഇഷ്ടമുള്ളവരെയാണ് എല്ലായിടത്തും നിയമിക്കുന്നത്. പക്ഷേ നമ്മുടെ സുപ്രീം കോടതി മാനേജ്മെന്റിന് ഇഷ്ടമുള്ളവരെയാണ് നിയമിക്കുന്നത്. ഇപ്പൊ എവിടെയാണ്? അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ് എക്സാം, നീറ്റ് പോലെ വക്കീലന്മാർക്ക് ഒരു എക്സാം നടത്തി ആ എക്സാം ജയിക്കുന്നവരാണ് പ്രോസിക്യൂട്ടർമാരായിട്ടും ജഡ്ജിമാരായിട്ടും വരേണ്ടതെന്നൊരു നിയമം ഇന്ത്യയിൽ ഇല്ല. അത് കൊണ്ടുവരാൻ മോഡി ഗവൺമെന്റ് ശ്രമിച്ചതാ, പക്ഷെ നടന്നില്ല. കോടതി അംഗീകരിച്ചില്ല അത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അകത്ത് അനോമാലികൾ എല്ലാ സെലക്ഷനിലും ഇന്ത്യയിലുണ്ട്. ഒരു അത്യാവശ്യം കൃത്യമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് പട്ടാളത്തിലോട്ടുള്ള സെലക്ഷൻ, പിന്നെ ഡോക്ടർമാരുടെ നീറ്റും. ഈ രണ്ട് സാധനം ഏകദേശം വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എഞ്ചിനീയറിംഗിന്റെ ജി എക്സാം, അങ്ങനെ ഒരു കുറച്ച് എക്സാംസ് മാത്രമേ സത്യസന്ധമായിട്ട് നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കൃത്യമായിട്ട് നടക്കുന്നുള്ളൂ. അതാണ് സത്യം. ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ആദ്യം ചെയ്യേണ്ടത് വിദ്യാഭ്യാസ രംഗത്തോട് ഒരു തുറന്ന സമീപനം. ഇവിടെ പ്രൈവറ്റ് സെക്ടറിന് ഒരു റോളുണ്ട്, സ്വകാര്യ കോളേജുകൾക്കും സ്വകാര്യ സ്കൂളുകൾക്കും സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്കും റോളുണ്ട്. അതിനെ അംഗീകരിക്കാൻ ഇവർ തയ്യാറാകണം, ഗവൺമെന്റ് തയ്യാറാകണം. പക്ഷെ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കുമാരപിള്ള സാറുമാര് അവരുടെ പാർട്ടി തീസിസ് പ്രകാരമേ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാനൊരു 10-12 വർഷം മുമ്പ് ഞാൻ PhD ചെയ്യാൻ വേണ്ടി ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി, ഞാൻ +2 ചെയ്ത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ അവിടുത്തെ ചെസ്സിന്റെ ടീമിന്റെ അംഗവും കൂടെയായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നൊന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവിടെ ഒരു ഗൈഡിന്റെ ലിസ്റ്റോ, അന്നത്തെ കാലത്ത് ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, ഗൈഡിന്റെ ലിസ്റ്റോ അല്ലെങ്കിൽ അതിനൊരു പ്രൊസീജിയറോ ഒന്നുമില്ല. ഉമ്മൻചാണ്ടി പറഞ്ഞാണ് അന്നേരം 2011-14 കാലഘട്ടത്തിലാണ് ഒന്നുമില്ല. അതിനെന്തേലും വരും. അപ്പൊ ഞാനിവിടുന്ന് അവിടെ കുറച്ചു നാൾ നാട്ടിൽ വന്ന് നിൽക്കുകയും ചെയ്യാം, PhD ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് വർക്കൗട്ട് ആയില്ല, ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു. ഇതുവരെ ചെയ്തിട്ടുമില്ല. അപ്പൊ ഇതിന്റെ അകത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പ്രൊഫഷണൽ ആകുന്നില്ല, കോളേജുകളോ സ്കൂളുകളോ പ്രൊഫഷണൽ ആകുന്നില്ല. പിന്നെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ അതീവ മെറിറ്റ് ഉള്ള കുട്ടികള് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലൊക്കെ നാച്ചുറൽ ആയിട്ട് നാട്ടിൽ പഠിക്കാമല്ലോ എന്ന് പഠിക്കാൻ വരുന്നതുകൊണ്ട് അവർ പഠിച്ച് അവർക്ക് ജോലി കിട്ടുന്നതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു മേനിനടിപ്പേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവർ അതിലും കൂടുതൽ ഉയർന്നു പോകേണ്ട പിള്ളേരാണ്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നാട്ടിൽ ഉണ്ടെങ്കിൽ കുറെ കൂടി അവർ ഉയർന്നു പോകേണ്ടതാണ്. അപ്പൊ മാക്സിമം പിള്ളേരെ തളർത്താനുള്ള പരിപാടികളാണ്. സമയത്ത് ക്ലാസ് നടക്കില്ല, സമയത്ത് എക്സാം നടക്കില്ല, ബന്ദ്, ഹർത്താല്, പരീക്ഷയില് മാനിപ്പുലേഷൻസ്, PSC എക്സാം. ഇനി പഠിച്ചു വന്നു കഴിഞ്ഞാൽ PSC എക്സാം. PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ എന്ത് ചെയ്യാം, PSC ഒന്നുമില്ല, പാർട്ടിക്കാർക്ക് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ടിക്കാർക്ക് നേരത്തെ കിട്ടും. കംപ്ലീറ്റ് പാർട്ടി സംവിധാനങ്ങൾ വന്നു. ക്ലാസ്സിലെ അറ്റൻഡൻസോ മാർക്കോ ഇന്റേണൽ മാർക്കോ അതും പാർട്ടിക്കാർക്കേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കില്ല. അപ്പൊ അങ്ങനെ ഒരു വിവേചനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള ഒരു വിവേചനം, റുമേനിയൻ മോഡൽ കമ്മ്യൂണിസം വിദ്യാഭ്യാസത്തിൽ വന്നിരിക്കുന്നു. സെക്യൂരിറ്റി തുടങ്ങി പ്രിൻസിപ്പൽ വരെ, സെക്യൂരിറ്റി തുടങ്ങി വൈസ് ചാൻസലർ വരെയുള്ള മുഴുവൻ അന്തംകമ്മികളുടെ ഒരു വലിയൊരു നിരയാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലുള്ളത്. അതുകൊണ്ട് അന്തംകമ്മികളിൽ നിന്നും കേരള വിദ്യാഭ്യാസ രംഗത്തെ മോചിപ്പിച്ചാൽ മാത്രമേ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇനി ഒരു പുരോഗതി സാധിക്കത്തുള്ളൂ. ഇതാണ് അതിന്റെ സത്യസന്ധത. അല്ലെങ്കിൽ കുട്ടികൾ കൊല്ലപ്പെടും, കുട്ടികളുടെ ഭാവി തകരും, സ്ഥാപനങ്ങൾ മോശമാവും. ഒരു കുട്ടി പഠിക്കാൻ ചെന്നിട്ട് ഒരു മോശപ്പെട്ട കുട്ടിയായിരിക്കും ഈ കോഴ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഡ്രഗ് അഡിക്ഷൻ, അനാർക്കിസം, അങ്ങനെയൊക്കെയുള്ള ലിബറലിസം, ഇങ്ങനെയൊക്കെ ഇതിലേക്കാണ് പോകുന്നത്. രാജ്യവിരുദ്ധത മാത്രമല്ല, കേരളത്തിലെ ക്യാമ്പസുകളിൽ വലിയ തോതിൽ രാജ്യവിരുദ്ധത, ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. നമ്മൾ കണ്ടതാണ് CAA NRC സമരത്തിലും പല കാര്യത്തിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ അതിഭയങ്കരമായ രാജ്യവിരുദ്ധതയും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. അതും തടയപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും സർ, ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും ഒക്കെ പ്രചരിക്കപ്പെടുന്ന, പ്രൊഫഷണലിസം ഒട്ടുമില്ലാത്ത ഇടത് ജിഹാദി അജണ്ടകൾ നടപ്പിലാക്കുന്ന നമ്മുടെ കേരളത്തിലെ സർവകലാശാലകൾക്ക് നല്ല രീതിയിലുള്ളൊരു മോചനം ഉണ്ടാവട്ടെ എന്നാണ് നല്ലൊരു സമൂഹത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കെല്ലാം പറയാനുള്ളത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.